നമസ്കാരം. നാളെ ജൂൺ മാസം 1-ാം തീയതിയാണ്. ഈ ജൂൺ മാസം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്ന സമയമാണ്. എന്നാൽ ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ നഷ്ടങ്ങൾക്കും കാരണമായേക്കാം എന്നതും ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നതായ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ജൂൺ മാസം അവസാനിക്കുന്നത് വരെ നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങൾ കൂടി ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കാനൊന്ന് ശ്രമിക്കുക. ഈ ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ജൂൺ മാസത്തിൽ പല ഗ്രഹങ്ങളും സ്ഥാനമാറ്റങ്ങൾ നടത്തുന്നുണ്ട്, ദൃഷ്ടിവ്യത്യാസങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഏറെ നാളായി കാത്തിരുന്ന പല മുന്നേറ്റങ്ങളും ചില നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ധനലാഭം, തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകും, കുടുംബ സൗഖ്യമുണ്ടാകും, വാഹനയോഗം, വിവാഹയോഗം, ജോലിയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ എന്നിവയ്ക്ക് സാധ്യതയുള്ള സമയം തന്നെയാണ്. എന്നാൽ ഭാഗ്യം ലഭിക്കുന്ന സമയത്ത് പോലും ചില കാര്യങ്ങളിൽ ചില അശ്രദ്ധകൾ വന്നു ചേർന്നാൽ ഈ ഭാഗ്യം അപ്പാടെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഭാഗ്യം വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജൂൺ മാസം പുതിയ തുടക്കത്തിൻ്റെ ഒരു സമയം തന്നെയാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ജോലി അന്വേഷിക്കുന്ന ആളുകളാണെങ്കിലും നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായും പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കുടുംബത്തിലും സന്തോഷകരമായ വാർത്തകൾ, കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യവും അശ്വതി നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് നോക്കിയാൽ, പെട്ടെന്നുള്ള എടുപിടിയെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ പുതിയ ഏത് കോഴ്സ് എടുക്കണം, ഏത് അക്കാഡമിയിൽ ചേരണം, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ചേരണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലിരിക്കുമ്പോൾ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ചിലപ്പോൾ വിനയായി മാറും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊന്ന് ശ്രദ്ധിക്കുക. സുഹൃത്തുക്കൾ വഴി എന്തെങ്കിലും പണം കടം കൊടുക്കുന്നതായ രീതികൾ, അതായത് ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് വേറൊരു സുഹൃത്തിന് അവരെ ഈ നടുക്ക് നിർത്തിക്കൊണ്ട് നമ്മൾ പണം കടം കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ധനപരമായ ഒരു കൊടുക്കൽ വാങ്ങലിനും അശ്വതി നക്ഷത്രക്കാർ ജൂൺ മാസത്തെ തിരഞ്ഞെടുക്കരുത്. അത് അനാവശ്യ തർക്കങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാക്കുന്ന സമയം കൂടിയാണ്. ഇനി എല്ലാ ചൊവ്വാഴ്ചകളിലും അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. ദർശനം നടത്തിയാൽ പോരാ, വെറുകൈയോടെ പോവുകയല്ല വേണ്ടത്, കറുകമാല കൂടി സമർപ്പിക്കണം. കൂടാതെ ഗണപതി അഷ്ടോത്തര ശതനാമം വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലാത്ത ഉള്ള ആളുകൾ ചൊവ്വാഴ്ചകളിൽ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഇനി രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്കും ധനപരമായി നോക്കുമ്പോൾ വളർച്ചയുടെ കാലം തന്നെയായിരിക്കും ജൂൺ മാസം. മുൻപേയുള്ള സമയങ്ങളിൽ, അതായത് ഇപ്പോഴുള്ള ഈ ഒരു സമയങ്ങളിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വരുന്ന സമയമാണ്. വരുമാന മാർഗങ്ങളൊക്കെ തടസ്സപ്പെട്ടിരുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറും. വ്യാപാരി വ്യവസായികൾക്കും നല്ലൊരു മികച്ച നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തും ഐക്യമൊക്കെ ഉണ്ടാകുന്നതാണ്. അമിത ചിലവ് വരാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ പുതിയതായിട്ടുള്ള നിക്ഷേപങ്ങളിലൊന്നും ചെന്ന് ജൂൺ മാസത്തിൽ ചാടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമം. കൂടാതെ ആരോഗ്യകാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധ കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിലൊരു നെയ്വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമായിരിക്കും. പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രത്തിനടുത്ത് ഒരു ചിരാതിൽ അല്പം നെയ്യൊഴിച്ച് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നിങ്ങളൊരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ താമരപ്പൂ സമർപ്പിക്കുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നതാണ്. അതേപോലെ കുടുംബത്തായാലും അല്ലെങ്കിൽ സമൂഹത്തിലായാലും പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ എങ്ങും ഒരു സ്ഥാനം കിട്ടുന്നില്ല എന്ന് വിഷമിക്കുന്നവരാണെങ്കിൽ ആ വിഷമത്തിന് അറുതി വരുന്ന സമയമാണ്. ജോലിസ്ഥലത്തായാലും പ്രശംസയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം. അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും പ്രത്യേക നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമായിരിക്കും ജൂൺ മാസം. അഹങ്കാരം ഒഴിവാക്കുക എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തുന്ന ഒരു സമയം കൂടിയാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ വരുമ്പോൾ അഹങ്കാരവും കൂടെ വളരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയ്ക്ക് വഴിയൊരുക്കരുത്. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ അത് കേൾക്കുന്നത് കുറച്ചിലാണെന്നൊന്നും തോന്നേണ്ട. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് കൂടി ചെവി കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കോപം അതും ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടത് ഉത്തമമാണ്.
ഞായറാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക. നിങ്ങൾ സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുക. അല്പം ജലം കൈക്കുമ്പിളിലെടുത്ത് അർഘ്യം സമർപ്പിക്കുന്നത് കീർത്തി, യശസ്, കുടുംബ സൗഖ്യമൊക്കെ ഉണ്ടാകുന്നതിന് ഉത്തമമാണ്. കൂടാതെ ആദിത്യ ഹൃദയം പാരായണം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഉത്തമം. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ ഈ ജലം സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതിയാകും. എല്ലാവിധ പ്രയാസങ്ങളും മാറി. കാരണം നമ്മൾ പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ചെയ്യുന്ന പുണ്യം തന്നെ മതി ആ ഒരു ദിവസം ഉടനീളം നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കുന്നതിനും. 4ാമത്തെ നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു നല്ല, നമ്മൾ പറയാറുണ്ട് കഴിഞ്ഞ നാളുകളെയൊക്കെ അപേക്ഷിച്ച് ഈ മാസം ഒരു അടിപൊളി മാസമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ളൊരു മാസമായിരിക്കും നിങ്ങൾക്ക് ജൂൺ മാസം. കൂടാതെ വിവാഹ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ സന്തോഷകരമായൊരു അന്തരീക്ഷം നിങ്ങൾ നിമിത്തം, അതായത് വിശാഖ നക്ഷത്രക്കാർ നിമിത്തം തന്നെ കുടുംബത്തിൽ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ സന്തോഷമൊക്കെ തിരികെ വരുന്നതാണ്. വിദേശ ജോലിക്കുള്ളൊരു സാധ്യതയും ജൂൺ മാസത്തിൽ കാണുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് രഹസ്യങ്ങൾ രഹസ്യമായി വെക്കുക. രഹസ്യ കാര്യങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കാനുള്ളതല്ല. അതുകൊണ്ടല്ലേ രഹസ്യം എന്ന് പറയുന്നത്. 10 പേരോട് പറഞ്ഞു നടന്നാൽ പിന്നെ എന്ത് പരസ്യമായി കഴിഞ്ഞില്ലേ. അതുകൊണ്ട് വിദേശത്ത് പോകാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നു, അങ്ങനെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ ആരുമായും പങ്കുവയ്ക്കാൻ പോകരുത്. രേഖകളൊക്കെ ഒപ്പിടുന്ന സമയം, അതായത് ഭൂമി എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ പോലും, അതേപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ രേഖകൾ കൃത്യമാണോ എന്ന് വിശദമായി പരിശോധിച്ചിട്ട് വേണം കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് എത്തിക്കുവാനായിട്ട്. അപ്പോൾ വ്യാഴാഴ്ച അടുത്ത വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. കൂടാതെ സർപ്പക്കാവുകളിൽ പോയി ദർശനം നടത്തി അവിടെ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസ വർധനവ്, ധൈര്യം ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത കൂടുതലായിട്ട് വരുന്ന ഒരു മാസം തന്നെയായിരിക്കും ജൂൺ മാസം. കോടതി കാര്യങ്ങളിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അതിലും അനുകൂലമായ ഫലം കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അനിഴം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലം വരേണ്ട സമയം തന്നെയാണ് ജൂൺ മാസം. അനാവശ്യ ശത്രുത ഉണ്ടാക്കരുത് ആരുമായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനാണ് വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജൂൺ മാസത്തിൽ ആരുമായിട്ട് അനാവശ്യ തർക്കങ്ങളിലേക്കോ വാഗ്വാദങ്ങളിലേക്കോ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വാക്ക് തന്നെ നിങ്ങൾക്ക് വിനയായി മാറാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ വാക്കിനെ അല്ലെങ്കിൽ നാക്കിനെ സൂക്ഷിച്ചാൽ മതിയാകും. അടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി ഒരു വെറ്റിലമാലയൊക്കെ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. അതേപോലെ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ഹനുമാൻ ചാലിസ ജപിച്ചാലും മതിയാകും. ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ഈ ജൂൺ മാസത്തിൽ നടത്തുന്നത് ഇരട്ടി ഫലവും ചെയ്യുന്നതാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർക്കും ജൂൺ മാസം വളരെയധികം അനുകൂലമാണ്. സാമ്പത്തികമായൊരു സ്ഥിരതയൊക്കെ ഉണ്ടാവുകയും വീട് പണിയുമായി ബന്ധപ്പെട്ട് പണി പാതി വഴിയിൽ കിടക്കുന്നതാകും, അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും ഒന്ന് മൂടി പിടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. കുടുംബത്തിൻ്റെ പിന്തുണയും ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും അവഗണിക്കാതിരിക്കുക. അതേപോലെ യാത്രകൾ ചെയ്യുമ്പോഴും ജാഗ്രത പുലർത്തുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളും അടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. കൂടാതെ വീട്ടിൽ തന്നെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും, അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങൾ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കിട്ടിയ ഒരു തുളസിമാല ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും അധികം ശ്രേഷ്ഠമായിരിക്കും. അപ്പോൾ ഈ ജൂൺ മാസം എല്ലാവർക്കും ഒരേപോലെ ഗുണകരമാകണമെന്നില്ല. എങ്കിലും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നല്ലൊരു മാറ്റത്തിൻ്റെ വാതിൽ തുറക്കുന്നതായ സമയമാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, ജ്യോതിഷം സാധ്യതകളാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ പ്രയത്നം, അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം, അതായത് അതിലുപരി നമ്മൾ എടുക്കുന്നതായ ശരിയായ തീരുമാനങ്ങൾ, ഇതൊക്കെയാണ് ഈ ജ്യോതിഷം പറയുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്. അപ്പോൾ ഭാഗ്യം വാതിൽ തുറന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ആ വാതിലിന് നേരെ നിങ്ങൾ മുഖം തിരിച്ചിരിക്കുന്നത് തെറ്റാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. എല്ലാവർക്കും ജൂൺ മാസം ഐശ്വര്യവും സമൃദ്ധിയും നേട്ടങ്ങളും കൊണ്ടുവരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.